Dear students, we will discuss the determinant of a matrix. So, in the video, determinant of 3 by 3 matrix. We will determinant of a 4 by 4 matrix. A 4 by 4 matrix determinant is simple. 3 by 3 4 by 3 4 by 4 matrices determinant. For example, I will 4 by 4 matrix. Okay, I will 4 by 4 matrix. This is the determinant. Okay, so 3 by 3 we select a row or column. Select that row element corresponding column row delete determinant. That is 3 by 3 matrix. That is 4 by 4 matrix. First column select. First column select. First column first element 1 into determinant of 1 is this 1 contain column row delete 1 contain first column then first row. First row first column delete ബാക്കി കിട്ടുന്ന എലമെന്റ്സിനെ കൊണ്ടുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. അതായത് ബാക്കി ഏതാണുള്ളത് 1 -1 2 1 2 1 1 1 1. ഓക്കേ, 1 into 1 determinant of this matrix. ഓക്കേ, then അടുത്ത സൈൻ എന്തായിരിക്കും? ഇവിടെ +1 ആയിരുന്നു, ഇനി അടുത്ത സൈൻ മൈനസ് ആവും. മൈനസ് അടുത്ത എലമെന്റ് ഏതാണ്? 0 ആണ് അടുത്ത എലമെന്റ്. അടുത്ത എലമെന്റ് 0 ആണ്. അപ്പൊ 0 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ആക്കണം. 0 കണ്ടെയ്ൻ ചെയ്യുന്ന സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ബാക്കി കിട്ടുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 2 1 0 1 2 1 1 1 1 അല്ലേ? സോ ആ എലമെന്റ്സിനെ ഞാൻ 0 into 2 1 0 1 2 1 1 1 1. Okay, 0 into determinant of this matrix. ഇനി 0 കഴിഞ്ഞാൽ ഇനി അടുത്ത എലമെന്റ് ഏതാണ്? 0 കഴിഞ്ഞാൽ അടുത്ത എലമെന്റ് ആണ് ഇവിടെ 3 എന്ന് പറയുന്നത് അല്ലേ? 3. അപ്പൊ എന്ത് ചെയ്യണം? 3 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും 3 കണ്ടെയ്ൻ ചെയ്യുന്ന കോളവും ഡിലീറ്റ് ആക്കുക. ഓക്കേ, അപ്പൊ ബാക്കി എന്തുണ്ട്? 2 1 0 1 -1 2 1 1 1 അല്ലേ? സോ ഇവിടെ മൈനസ് ആയിരുന്നു, ഇനി പ്ലസ്. സോ പ്ലസ് 3 into determinant of 2 1 0 1 -1 2 1 1 1 2 1 0 1 -1 2 1 1 1. ഓക്കേ, ഇനി അടുത്തത് ഇവിടെ പ്ലസ് മൈനസ് പ്ലസ്, ഇനി അടുത്തത് മൈനസ് ആയിരിക്കും. ഇനി അടുത്ത എലമെന്റ് ഏതാണ്? 1 ആണ് അടുത്ത എലമെന്റ്. അപ്പൊ 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളവും പിന്നെ 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും ഞാൻ ഡിലീറ്റ് ആക്കി. അപ്പൊ ഇനി ബാക്കി എന്തുണ്ട്? 2 1 0 1 -1 2 1 2 1 അല്ലേ? That is 1 into determinant of 2 1 0 1 -1 2 and 1 2 1. Clear ആയോ? ഓക്കേ, ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. 3 by 3 മെട്രിക്സ് ആണിത്. ഈ 3 by 3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കേ, അപ്പൊ അത് വെച്ചിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, ബാക്കി കാൽക്കുലേഷൻസ് ചെയ്യുക. സോ ഇങ്ങനെയാണ് 4 by 4 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കേ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൈനർ ഓഫ് ആൻ എലമെന്റ് ഇൻ എ മെട്രിക്സ്. മൈനർ ഓഫ് ആൻ എലമെന്റ്. മൈനർ ഓഫ് ആൻ എലമെന്റ്. സോ സപ്പോസ് എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? A11 A12 A13 A21
A22 A23 A31 A32 A33 ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, എന്ന് പറയുന്ന മാട്രിക്സ് ഇതാണ്. ഇനി നമുക്ക് ഇതിനെ ഓരോ എലമെന്റിനും മൈനർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടേഷൻ കാൽക്കുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് A11ന്റെ മൈനർ ഓഫ് A11 അത് എങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം? ക്യാപിറ്റൽ M11 തന്നെയാണ് ഡിനോട്ട് ചെയ്യാണ്. മൈനർ ഓഫ് എലമെന്റ് A11 അതെന്താണ്? A11നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ബാക്കി ഇവിടെ വന്നിരിക്കുന്ന ഏതൊക്കെയാണ്? ഡിറ്റർമിനന്റ് ഓഫ് A22 A23 A32 A33 കണ്ടോ? ഇനി A12ന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ മൈനർ എങ്ങനെ കണ്ടുപിടിക്കാം? A12 മൈനർ ഓഫ് A12 അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? M12 എന്ന് ഡിനോട്ട് ചെയ്യാം. അതിനെന്ത് ചെയ്യണം? A12നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും A12നെ കണ്ടെയ്ൻ ചെയ്യുന്ന കോളവും ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? A21 A23 A31 A33 അതിന്റെ ഡിറ്റർമിനന്റ് A21 A23 A31 A33. ഓക്കെ, അതിന്റെ ഡിറ്റർമിനന്റ് എത്രയാണോ അതാണ് A12ന്റെ മൈനർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു എലമെന്റ് എടുക്കാം. ഇടയ്ക്കുന്ന ഒരു എലമെന്റ് എടുക്കാം. സപ്പോസ് ഇതാന്ന് വിചാരിച്ചു നമ്മുടെ എലമെന്റ് A23യുടെ മൈനർ. A23യുടെ മൈനർ എങ്ങനെ കണ്ടുപിടിക്കും? മൈനർ ഓഫ് A23 അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? M23 എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. അതിനുവേണ്ടി ഞാൻ A23നെ കണ്ടെയ്ൻ ചെയ്യുന്ന കോളവും A23നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും ഡിലീറ്റ് ആക്കി. ഈ കോളവും ഈ റോയും ഡിലീറ്റ് ആക്കി ബാക്കി എന്തുണ്ട്? A11 A12 A31 A32 അല്ലേ? സോ അതിന്റെ ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് A11 A12 A31 A32 അതിന്റെ ഡിറ്റർമിനന്റ് ആണ് A23യുടെ മൈനർ. സോ മൈനർ എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Find the minor of -1 in the matrix ഈ മെട്രിക്സില് -1ന്റെ മൈനർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ മൈനർ ഓഫ് -1 അപ്പൊ എന്ത് ചെയ്യണം? -1നെ കണ്ടെയ്ൻ ചെയ്തേക്കുന്ന കോളവും ഡിലീറ്റ് ചെയ്യണം. -1നെ കണ്ടെയ്ൻ ചെയ്തേക്കുന്ന റോയും ഡിലീറ്റ് ആക്കുക. എന്നിട്ട് ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 2 4 1 4 2 4 1 4. ഇനി ഇത് നമുക്കറിയാം ഇതൊരു 2/2 ഓർഡറുള്ള ഡിറ്റർമിനന്റ് ആണ്. ഇത് എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക അല്ലെ? 2 into 4 minus 1 into 4 that is 8 minus 4 which is equal to 4. So -1ന്റെ മൈനർ എത്ര കിട്ടുന്നത്? 4 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഒരു 2/2 മെട്രിക്സ് ആണ് നമുക്കുള്ളത് എന്ന് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് നമുക്കൊരു 2/2 മെട്രിക്സ് ആണുള്ളതെങ്കിൽ എല്ലാ എലമെന്റ്സിനെയും നോക്കാം. മൈനർ ഓഫ് എലമെന്റ്സ് in the matrix 1 -1 2 3. ഓക്കെ, ഇനി 2/2 മെട്രിക്സിന്റെ മൈനർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? മൈനർ ഓഫ് 1 എന്തായിരിക്കും? 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും ഡിലീറ്റ് ചെയ്യാം, കോളവും ഡിലീറ്റ് ചെയ്യാം അല്ലെ? ഇനി ബാക്കി എന്താണുള്ളത്? 3 ആണുള്ളത്. സോ എന്തായിരിക്കും? മൈനർ ഓഫ് 1 is equal to 3
അങ്ങനെയാണെങ്കിൽ മൈനർ ഓഫ് -1 എന്തായിരിക്കും? -1 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്ത ബാക്കിയുള്ളത് 2. മൈനർ ഓഫ് 2 എന്തായിരിക്കും? 2 കണ്ടെയ്ൻ ചെയ്യുന്ന കോളവും റോയും ഡിലീറ്റ് ആക്കിയാൽ ബാക്കിയുള്ളത് -1. then മൈനർ ഓഫ് 3 കണ്ടെയ്ൻ ചെയ്യുന്ന കോളവും റോയും ഞാൻ ഡിലീറ്റ് ചെയ്തു, ബാക്കി എന്തുണ്ട്? 1. സോ 2x2 മെട്രിക്സ് ആണെങ്കിൽ ഇങ്ങനെയാണ് മൈനർ കണ്ടുപിടിക്കുക. ഓക്കെ, സോ 3x3 മെട്രിക്സിന്റെ എലമെന്റ്സിന്റെ മൈനർ നമ്മൾ കണ്ടു, 2x2 മെട്രിക്സിന്റെയും എലമെന്റ്സിന്റെ മൈനർ നമ്മൾ കണ്ടു. ഇനി ഇത് 4x4 മെട്രിക്സ് ആണെങ്കിലോ? 4x4 മെട്രിക്സ് ആണെങ്കിലോ ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യാം. മൈനർ ഓഫ് A42 എന്ന് പറയുന്ന എലമെന്റിന്റെ ഈ മെട്രിക്സിലെ A42ന്റെ മൈനർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ സപ്പോസ് ഇവിടുത്തെ എലമെന്റ്സ് 1 -1 2 1 0 1 2 3 3 1 4 1 -2 0 -1 -3. സപ്പോസ് ഇതാണ് എന്റെ മെട്രിക്സ് എന്ന് വിചാരിക്കുക. എനിക്കിവിടെ A42 എന്ന് പറയുന്ന എലമെന്റിന്റെ ആ പൊസിഷനിലുള്ള എലമെന്റിന്റെ മൈനർ ആണ് കണ്ടുപിടിക്കുന്നത്. സോ A42 ഇവിടെ ഏതാണ്? 4th റോയെ സെക്കൻഡ് കോളം. സോ 1 2 3 4 ഇതാണ് 4th റോ, ഇതാണ് സെക്കൻഡ് കോളം. സോ ഏതാണ്? 0 ആണ് A42 എന്ന് പറയുന്നതിന്റെ എലമെന്റ്. സോ M42 അല്ലേ? മൈനർ ഓഫ് A42 M42 അല്ലെ? അതെന്താണ്? മൈനർ ഓഫ് 0. ഈ 0 എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കും. അതെന്ത് ചെയ്യണം? 0യിൽ ഉൾക്കൊള്ളുന്ന കോളം ഡിലീറ്റ് ചെയ്യുക, റോയും ഡിലീറ്റ് ചെയ്യുക. ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് കാണുക. 1 2 1 0 2 3 3 4 1 ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 1 into ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു എന്ത് ചെയ്യാം? 2 into 1 minus 4 into 3 2 minus 12 then മൈനസ് ഈ റോ എടുക്കാം, ഈ കോളം നമുക്ക് എടുക്കാം, കാരണം ഇവിടെ ഒരു 0 ഉള്ളതുകൊണ്ട് കാൽക്കുലേഷൻ എളുപ്പമാകും. ഇവിടെ ഒരു 0 ഉള്ളതുകൊണ്ട് നമുക്ക് ഈ 0യുടെ അവിടെ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ -0 0 into എന്തായാലും 0 ആയിരിക്കും. then +3 into എന്തായിരിക്കും? 6 minus 2 അല്ലേ? ഇനി എന്തായിരിക്കും ഇവിടെ ആൻസർ? 2 minus 12 plus 6 minus 2 എന്ന് പറയുന്നത് 4 ആണ്. 4 into 3 12. So -12 plus 12 0 ആയി. remaining that is 2. So ഇവിടെ മൈനർ എന്താണ്? M42 എന്ന് പറയുന്നത് നമുക്ക് 2 ആണ് കിട്ടിയത്. സോ 4x4 മെട്രിക്സ് ആണെങ്കിലും ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇതുപോലെ 5x5 6x5 ഏത് വന്നാലും പ്രൊസീജിയർ എന്ത് തന്നെയാണ്? സെയിം ആണ്. ഏത് എലമെന്റിന്റെ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ എലമെന്റിന് ഉൾക്കൊള്ളുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക, ബാക്കി വരുന്ന എലമെന്റ്സിനെ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതിയിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഇതാണ് മൈനർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കോഫാക്ടർ ഓഫ് ആൻ എലമെന്റ്. കോഫാക്ടർ സപ്പോസ് നമുക്കുള്ള മെട്രിക്സ് ഇങ്ങനെയാണ് വിചാരിക്കുക. A11 A12 A13 A21 A22 A23 A31 A32 A33. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിന്റെ A11ന്റെ മൈനർ എന്താണ്? M11 ആയിരിക്കും അല്ലെ? A11ന്റെ മൈനർ ആണ് M11. ഇനി A11ന്റെ കോഫാക്ടർ എന്തായിരിക്കും? കോഫാക്ടർ ഓഫ് A11 is equal to -1 raised to 1 plus 1 1 plus 1. ഈ A11 അല്ലേ? ആ രണ്ട് 1 കൂടെ ആഡ് ചെയ്യുക. 1 plus 1 into M11. അതായത് മൈനർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ആ മൈനറിന്റെ കൂടെ -1 raised to 1 plus 1 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി കോഫാക്ടർ ഓഫ്
A12 എന്തായിരിക്കും? -1 raised to 1 plus 2 into M12. ഓക്കെ, ഇനി ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ Aij എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. Aij എന്ന് പറഞ്ഞാൽ ith റോയില് jth കോളത്തിലും കിടക്കുന്ന എലമെന്റ് അല്ലെ. മൈനർ ഓഫ് Aij എന്തായിരിക്കും? എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം? മൈനർ ഓഫ് Aij നെ എനിക്ക് Mij എന്ന് ഞാൻ വിളിച്ചു. Mij മൈനർ ഓഫ് എലമെന്റ് ഇൻ ith റോ ആൻഡ് jth കോളം. ith റോയിലും jth കോളത്തിലും കിടക്കുന്ന എലമെന്റിനെ Maij എന്ന് റെപ്രസെന്റ് ചെയ്തു. അതിന്റെ മൈനറിനെ Mij എന്നും റെപ്രസെന്റ് ചെയ്തു. ഇനി അതിന്റെ കോഫാക്ടർ എന്തായിരിക്കും? കോഫാക്ടർ ഓഫ് Aij ഈസ് ഈക്വൽ ടു, ഇവിടെയൊക്കെ എന്ത് ചെയ്തേ? ഇവിടെ 1 1 ആയപ്പോ ഇവിടെ 1 plus 1, ഇവിടെ 1 2 ആയപ്പോ 1 plus 2. അപ്പൊ ഇവിടെ എന്തായിരിക്കും? -1 raised to I plus j into Mij. സോ ഇതാണ് ജനറൽ ആയിട്ട് നമ്മൾ കോഫാക്ടറിന്റെ ഡെഫിനിഷൻ പറയുന്നത്. കോഫാക്ടർ ഓഫ് Aij ഈസ് ഈക്വൽ ടു -1 raised to I plus j into Mij. ഓക്കെ, സോ ക്ലിയർ ആയി വിചാരിക്കുന്നു കോഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. കോഫാക്ടർ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. സപ്പോസ് A is equal to 1 2 3 4 5 6 1 4 1 ഇതാണെന്ന് വിചാരിക്കാം. ഇനി മൈനർ കോഫാക്ടർ ഓഫ് 5 എന്ന് പറയുന്ന എലമെന്റിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കണം. കോഫാക്ടർ ഓഫ് 5. ഈ 5 എന്ന് പറയുന്നത് ഏത് പൊസിഷനിലെ എലമെന്റ് ആണ്? ഇത് A11 A12 A13 A21 A22 അല്ലെ. ഇതിലെ A22 ആണ് എന്ത്? 5 എന്ന് പറയുന്ന എലമെന്റ്. സെക്കൻഡ് റോയില് സെക്കൻഡ് കോളത്തിൽ കിടക്കുന്ന എലമെന്റ് ആണ് 5. സോ A22 ആണ് 5. നമുക്ക് എന്ത് എടുക്കണം? M22 കണ്ടുപിടിക്കണം. 5ന്റെ മൈനർ കണ്ടുപിടിക്കണം. മൈനർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 5നെ കണ്ടെയ്ൻ ചെയ്യുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്യുക. റിമൈനിങ് എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് കാണുക അല്ലെ. 1 3 1 1 അതല്ലേ റിമൈൻ. അതിന്റെ ഡിറ്റർമിനന്റ് കാണുക. ദാറ്റ് ഈസ് 1 minus 3 which is equal to -2. സോ മൈനർ കണ്ടുപിടിച്ചു. മൈനർ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഇനി കോഫാക്ടർ കണ്ടുപിടിക്കുക. കോഫാക്ടർ ഓഫ് A22 എങ്ങനെ വരും? -1 raised to 2 plus 2 അല്ലെ. 2 plus 2 into M22 that is equal to -1 raised to 4 into -2. -1 raised to 4 എന്താണ്? 1 ആയിരിക്കും അല്ലെ. -1ന്റെ പവർ ആയിട്ട് ഈവൻ നമ്പർ ആണ് വരുന്നതെങ്കിൽ ഉത്തരം 1 ആയിരിക്കും. -1ന്റെ പവർ ആയിട്ട് ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ ഉത്തരം -1 ആയിരിക്കും. 1 into -2 that is equal to -2. അപ്പൊ നോക്കാം, ഇവിടെ നോക്കി മൈനറും -2 ആണ്, കോഫാക്ടറും -2 ആണ്. അതായത് I plus j എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ, നോക്കി ഇവിടെ 4 വന്നതുകൊണ്ടാണ് 1 വന്നത്. I plus j എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ മൈനറും കോഫാക്ടറും ഒന്ന് തന്നെയായിരിക്കും. ഇനി വേറൊരു എലമെന്റ് നോക്കാം. I plus j ഓഡ് വരുന്നത്. അപ്പൊ എനിക്ക് ഈ കണ്ടുപിടിക്കേണ്ടത് കോഫാക്ടർ ഓഫ് 6 കണ്ടുപിടിക്കാം. 6ന്റെ കോഫാക്ടർ. അതിനാദ്യം 6 ഏത് പൊസിഷനിലാണെന്ന് നോക്കുക അല്ലെ. 2 1 2 2 2 3 ആണ്. A23 ആണ് 6. നമുക്ക് ആദ്യം M23 കണ്ടുപിടിക്കണം. M23 കണ്ടുപിടിക്കാൻ 6നെ കണ്ടെയ്ൻ ചെയ്യുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് കൊണ്ടുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 1 2 1 4. സോ ഇവിടെ എന്തോ ഒരു 1 into 4 4 -2 2. ഡിറ്റർമിനന്റ് 2 ആണ് വരുന്നത്. M23 മൈനർ ഓഫ് 6 എന്ന് പറയുന്നത് 2 ആണ്. ഇനി കോഫാക്ടർ ഓഫ് 6, കോഫാക്ടർ ഓഫ് A23 എങ്ങനെ വരും? -1 raised to 2 plus 3 റോ പ്ലസ് കോളോട്ടോ 2 plus 3 into M23 that is -1 raised to 5 into 2 അല്ലേ.
-1 raised to 5 എത്രയാണ്? ഞാൻ പറഞ്ഞു -1ന്റെ പവർ ആയിട്ട് ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ ഉത്തരം -1 into 2 that is -2. സോ ഇങ്ങനെയാണ് ഒരു എലമെന്റിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു 2x2 മെട്രിക്സ് ആണെങ്കിലോ 2x2 മെട്രിക്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? A equal to 1 2 3 4. ഓക്കെ, A equal to 1 2 3 4 ആണ്. അപ്പൊ 1ന്റെ മൈനർ M11 എന്താണ്? 1ന്റെ മൈനർ 4 ആണ്. അപ്പൊ കോഫാക്ടർ എന്തായിരിക്കും? കോഫാക്ടർ ഓഫ് 1 എന്തായിരിക്കും? A11 എന്തായിരിക്കും? A11 എന്ന് പറഞ്ഞാൽ 1. -1 raised to 1 plus 1 into 4 അല്ലേ? M11 that is -1 raised to 2 into 4 that is 1 into 4 that is 4. അപ്പൊ 1ന്റെ കോഫാക്ടർ എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, ഇനി M12 അതെന്താണ്? 2ന്റെ മൈനർ അത് എത്രയാണ്? 3 ആണ് അല്ലെ? 2ന്റെ മൈനർ 3 ആ വരുന്നത്. 2x2 മെട്രിക്സ് ഇങ്ങനെയാ വരുന്നത്. അപ്പൊ അതിന്റെ കോഫാക്ടർ എന്ന് പറയുന്നത് 1 2 ആണ് അല്ലെ? അപ്പൊ -1 raised to 1 plus 2 into 3 എന്ന് വരും. സോ 1 plus 2 3 ആണ്. -1 cube into 3. സോ ഇവിടെ ഓഡ് നമ്പർ ആയതുകൊണ്ട് that is -1 into 3 that is -3. അപ്പോ 2ന്റെ കോഫാക്ടർ സോറി M12 2ന്റെ കോഫാക്ടർ എത്ര കിട്ടുന്നത്? 2ന്റെ ആണ് കേട്ടോ, ഈ എലമെന്റ് 2ന്റെ കോഫാക്ടർ കിട്ടുന്നത് -3. ഓക്കെ, ഇനി 3യുടെ നോക്കിയാല് -2 വരും, 4ന്റേത് 1 വരും. ഓക്കെ, അതായത് ഇപ്പൊ 2x2 മെട്രിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തില് കോഫാക്ടർ കണ്ടുപിടിക്കാം. 2x2 ആണെങ്കിൽ 1ന്റെ കോഫാക്ടർ 4 ആയിരിക്കും, 4ന്റെ കോഫാക്ടർ 1 ആയിരിക്കും, 2ന്റെ കോഫാക്ടർ -3 ആയിരിക്കും, 3യുടെ കോഫാക്ടർ -2 ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തില് കോഫാക്ടർ കണ്ടുപിടിക്കാൻ 2x2 മെട്രിക്സ് ആണെങ്കിൽ. 3x3 ആണെങ്കിൽ നമ്മുടെ ഡിറ്റർമിനന്റ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, സോ കോഫാക്ടറും അയണും ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോഫാക്ടർ മെട്രിക്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.